കത്തിച്ചാമ്പലായി പോയ ചാരത്തിൽ നിന്നും പുനർജീവിച്ചു വന്ന ഒരു ചരിത്രമുണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിക്ക് പറയാൻ. കേരളത്തിലൊരു കപ്പൽ ഇംഗ്ലീഷുകാരുടെ കമ്പനിക്ക് പാഞ്ഞു നടന്ന് തീ കൊളുത്തിയ രസകരമായൊരു കഥയുണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിക്ക് പറയാൻ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് തോട്ട് ഫോക്സ്. മൈസെൽഫ് റമീസ് റഹ്മാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഫോർട്ട് കൊച്ചി ബീച്ച് വാക്ക്വേയിലാണ്. ഇവിടെ ബാസ്റ്റൺ ബംഗ്ലാവിന് സമീപത്തായി എൻ്റെ പിന്നിലായി നിങ്ങൾക്കൊരു കൽത്തൂണ് കാണാൻ സാധിക്കും. ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ എന്ന് ഇംഗ്ലീഷുകാരാൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാദുരന്തം ബ്രിട്ടീഷ് കൊച്ചിയുടെ ഭൂരിഭാഗം പ്രദേശവും തകർത്തെറിഞ്ഞിട്ട് 131 വർഷം തികയുകയാണ്. നമുക്ക് നോക്കാം എന്തായിരുന്നു ആ മഹാദുരന്തം, എന്തായിരുന്നു ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചി. ആദ്യമായി ഇങ്ങനെ ഒരു ചരിത്ര സംഭവത്തെ പറ്റി, ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിനെ കുറിച്ച് ഇവിടെയുള്ള എത്ര പേർക്ക് അറിയാമെന്ന് നമുക്ക് നോക്കാം. ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ കേട്ടിട്ടുണ്ടോ മുൻപ്? ഇല്ല. ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഇല്ല ഇല്ല കേട്ടിട്ടുണ്ടോ? ഇല്ല 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 കേട്ടിട്ടില്ല. ഇല്ല 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 കേട്ടില്ല. ഇല്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. ഇല്ല, കേട്ടിട്ടില്ല. കണ്ടില്ലേ, ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി കൊച്ചിക്കാർക്ക് പോലും ഇങ്ങനെ ഒരു പ്രധാന സംഭവം ഇവിടെ നടന്നതിനെ പറ്റി വലിയ അറിവുള്ളതായി തോന്നുന്നില്ല. പുരാതന കാലം മുതൽക്ക് തന്നെ ലോകശ്രദ്ധയെ ആകർഷിച്ച ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു കൊച്ചി. ഇന്നത്തെ കൊച്ചി നഗരം അന്നില്ല. മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു കടൽ വഴി വരുന്ന വിദേശികളുടെ കവാടവും പ്രധാന കച്ചവട കേന്ദ്രവും. 1795 ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയതിൽ പിന്നെ ഈ പ്രദേശം ബ്രിട്ടീഷ് കൊച്ചിൻ എന്നറിയപ്പെടാൻ തുടങ്ങി. മലഞ്ചരക്കുകൾ, തേയില, കയറ്റുപായ ഉൾപ്പെടെ ഒട്ടനവധി വിഭവം ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റി അയക്കാനായി ഒരുപാട് കമ്പനികൾ ഫോർട്ട് കൊച്ചി പ്രദേശത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആസ്പിൻ വാൾ, പിയേഴ്സ് ലെസ്ലി, ബ്രണ്ടൺ, വോൾക്കാട്ട് ബ്രദേഴ്സ്, ഡാരിസ്മൈൽ എന്നിവയായിരുന്നു അവയിൽ ചിലത്. ഭരണം തുടങ്ങിയ ബ്രിട്ടീഷുകാർ ആദ്യമായി കൈക്കൊണ്ട തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണം നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത്. ആ ഇടയ്ക്കാണ് മട്ടാഞ്ചേരി കൽവാത്തിയിൽ നിന്നും 500 ടൺ കേവ് ഭാരമുള്ള ചന്ദ്രഭാനു എന്ന ഭീമൻ കപ്പൽ നീരണിഞ്ഞത്. കപ്പൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ കപ്പലിൻ്റെ ഉടമ ഒരു കേസിൽ പെടുകയാണ് ചെയ്തത്. കപ്പൽ നിർമ്മാണം നിരുത്സാഹപ്പെടുത്താനുള്ള ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തിൻ്റെ ഫലമാണോ അദ്ദേഹം ഉൾപ്പെട്ട കേസ് എന്ന് വരെ സംശയിക്കുന്നവരുണ്ട്. എന്തു തന്നെ ആയാലും ചന്ദ്രഭാനുവിനെ കോടതി ജപ്തി ചെയ്യുകയും ഫോർട്ട് കൊച്ചി തീരത്ത് കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തു. കാറ്റും മഴയും ഏറ്റ് നശിച്ചു പോകാതിരിക്കാൻ കപ്പലിൻ്റെ മുകളിൽ ഓലയും മുളയും കൊണ്ട് ഒരു മേൽക്കൂര നിർമ്മിച്ചിരുന്നു. ആ കിടന്ന കിടപ്പിൽ 2 വർഷം ചന്ദ്രഭാനു ശാന്തനായി കൊച്ചി കടപ്പുറത്ത് കിടന്നു. എന്നാൽ 1889 ജനുവരി 4 ഒരു വെള്ളിയാഴ്ച സ്ഥിതിയാകെ മാറി. ചന്ദ്രഭാനുവിൻ്റെ മുകളിൽ നിന്ന് പുകച്ചുരുളുകളും തീനാമ്പുകളും തലപൊക്കാൻ തുടങ്ങി. സമീപത്തുണ്ടായിരുന്ന വോൾക്കാട്ട് ബ്രദേഴ്സ് എന്ന കമ്പനി, അതായത് ഇന്നത്തെ വോൾട്ടാസ് എന്ന കമ്പനിയിലെ ജീവനക്കാരാണ് ആദ്യമായി കപ്പലിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധിച്ചത്. തുടർന്ന് ഈ കാഴ്ച കാണുവാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ കടപ്പുറത്ത് തടിച്ചുകൂടി. കപ്പലിൻ്റെ നങ്കുരമായി കെട്ടിയിരിക്കുന്ന തടിച്ച വടം അറുത്തുവിട്ടാൽ കപ്പൽ കടലിലേക്ക് പോയിക്കൊള്ളുമെന്ന ചിന്തയിൽ വോൾക്കാട്ട് ബ്രദേഴ്സിലെ ജീവനക്കാർ കുറച്ച് മരപ്പണിക്കാരെ വഞ്ചിയിലും മറ്റുമായി കപ്പലിനടുത്തേക്ക് വിട്ടു. ചെറുവഞ്ചികളിലും കടിച്ചു പിടിച്ച കത്തിയുമായി നീന്തിയും മറ്റും കപ്പലിനടുത്തെത്തിയ ഇവർ വളരെ ക്ലേശിച്ച് നങ്കുരമായി കെട്ടിയിരുന്ന തടിച്ച കയർ അറുത്തുവിട്ടു. കപ്പലിൻ്റെ ചുക്കാനിൽ കയർ കെട്ടി കടലിലേക്ക് വലിക്കാനുള്ള ശ്രമവും തുടങ്ങി. എന്നാൽ വീശിയടിച്ച കാറ്റ് പദ്ധതിയാകെ താളം തെറ്റിച്ചു. നങ്കുരം മുറിഞ്ഞ ചന്ദ്രഭാനു കടലിലേക്ക് പോകുന്നതിന് പകരം തിരികെ തീരപ്രദേശത്തുള്ള കമ്പനികളുടെ നേർക്ക് പാഞ്ഞെടുത്തു. തേക്കിനാൽ നിർമ്മിക്കപ്പെട്ട ചന്ദ്രഭാനുവിൻ്റെ തേക്കിൻ പലകകൾ തീപ്പന്തം പോലെ ജ്വലിക്കാൻ തുടങ്ങി. ആദ്യമായി ചന്ദ്രഭാനു പാഞ്ഞെടുത്തത് വോൾക്കാട്ട് ബ്രദേഴ്സ് കമ്പനിക്ക് നേരെ തന്നെയാണ്. അന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ ഓലമേഞ്ഞതായിരുന്നു. നിമിഷ നേരം കൊണ്ട് വോൾക്കാട്ട് ബ്രദേഴ്സിൻ്റെ മേൽക്കൂര ചന്ദ്രഭാനു അഗ്നിക്കിരയാക്കി. തുടർന്ന് സമീപത്തുള്ള മറ്റ് കമ്പനികൾക്ക് നേരെയും ചന്ദ്രഭാനു പാഞ്ഞെടുത്തു. കമ്പനി കെട്ടിടങ്ങൾക്ക് പുറമെ 300ഓളം വീടുകളാണ് അന്ന് ചന്ദ്രഭാനു അഗ്നിക്കിരയാക്കിയത്. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒഴുകുന്ന ഒരു അഗ്നിപർവ്വതം കണക്കെ ചന്ദ്രഭാനു കൊച്ചി തുറമുഖത്ത് അലഞ്ഞു നടന്നു. ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്ന KL ബെർണാഡിൻ്റെ വിഖ്യാതമായ ഫ്ലാഷസ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിലെ ഒരു അധ്യായം തന്നെ ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിനെ കുറിച്ചാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടനുമായിട്ടാണ് ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ ഉപമിക്കപ്പെട്ടത്. സമീപത്തുള്ള മറ്റു കമ്പനികൾക്കും കെട്ടിടങ്ങൾക്കും തീവച്ച് തുറമുഖത്തുകൂടി അലഞ്ഞ ചന്ദ്രഭാനുവിനെ തകർക്കുവാൻ വേണ്ടി പീരങ്കിപ്പടയെ വിളിക്കുവാൻ വരെ ആലോചിച്ചിരുന്നു അത്രേ അന്നത്തെ അധികാരികൾ. അവസാനം പിയേഴ്സ് ലെസ്ലി കമ്പനിയിലെ ജീവനക്കാരാണ് ഈ ജലഭീമനെ ചങ്ങലക്കിട്ടതെന്ന് പറയപ്പെടുന്നു. ചന്ദ്രൻ ഉദിച്ചുയർന്നപ്പോൾ ചന്ദ്രഭാനു കത്തിയമർന്ന് കടലിൽ താണു. എന്നാൽ ചന്ദ്രഭാനു തുടങ്ങി വെച്ച തീ അണയ്ക്കാൻ വീണ്ടും ദിവസങ്ങളോളം വേണ്ടി വന്നു. അന്ന് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് ദിനപത്രമായ കൊച്ചിൻ അർഗസിൽ ബ്രിട്ടീഷുകാരുടെ കെടുകാര്യസ്ഥതയാലാണ് ചന്ദ്രഭാനു ഇത്രയും നാശനഷ്ടം വരുത്തി വെച്ചത് എന്ന ആക്ഷേപമുയർന്നു.
ഇതിനെതിരെ അന്നത്തെ പോർട്ട് ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ ജെയ് വിംഗ്ലർ മദ്രാസ് ടൈംസിലൂടെ ഇത്തരം നുണപ്രചരണങ്ങൾ അഴിച്ചുവിടരുത് എന്ന് ആഹ്വാനം ചെയ്തു. ചന്ദ്രബാനു ഏറ്റവും അധികം നാശനഷ്ടം വരുത്തിവെച്ചത് വോൾക്കാട്ട് ബ്രദേഴ്സ് കമ്പനിക്ക് തന്നെയാണ്. കമ്പനി കെട്ടിടത്തിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പുറമെ ഗോഡൗണിൽ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് കൊപ്ര, വെളിച്ചെണ്ണ, നാളികേരം, കയറുൽപ്പന്നങ്ങൾ, മറ്റു സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയെല്ലാം തന്നെ അഗ്നിക്കിരയായി. കമ്പനി ഖജനാവിലുണ്ടായിരുന്ന സ്വർണം, വെള്ളി, ചെമ്പ് ഇവയെല്ലാം തന്നെ ചൂട് കാരണം ഉരുകി വലിയൊരു കട്ടിയായി തീർന്നു. ഈ സംഭവത്തിന് ശേഷമാണ് തുറമുഖ പരിസരത്തുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ തീയെ പ്രതിരോധിക്കുന്ന രീതിയിലായിരിക്കണമെന്ന നിയമം വന്നത്. പിന്നീട് 1890 ഒക്ടോബറിൽ ക്യാപ്റ്റൻ ജെയ് വിംഗ്ലർ തന്നെയാണ് ഇങ്ങനെയൊരു കൽത്തൂൺ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ്റെ സ്മാരകമായി ഇവിടെ സ്ഥാപിച്ചത്. ഈ സ്തൂപം ആദ്യം സ്ഥാപിച്ചത് വിക്ടോറിയ ജെട്ടിയിലായിരുന്നു. പിന്നീട് കേഴ്സൺ പ്രഭു ബ്രിട്ടീഷ് കൊച്ചി സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സം നേരിടുമെന്ന കാരണത്താൽ ഇത് പൈലറ്റ് ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നുമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഫോർട്ട് കൊച്ചിയിലെ ചരിത്രപാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി വെല്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ച കപ്പലിൻ്റെ ബോയിലർ, ആങ്കർ എന്നിവ സ്ഥാപിച്ചതിനോടൊപ്പം തന്നെയാണ് ഈ സ്തൂപവും സ്ഥാപിച്ചിട്ടുള്ളത്. സ്മാരകമായി ഉപയോഗിച്ച ഈ കൽത്തൂണിനുമുണ്ട് സ്വന്തമായൊരു കഥ പറയാൻ. നമുക്ക് നോക്കാം എന്താണതെന്ന്. ആ കഥയുടെ ചരിത്രം ഇവിടെയാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഫോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ച സാന്റാക്രൂസ് ബസലിക്ക പള്ളി. 16-ാം നൂറ്റാണ്ടിൽ കത്തോലിക്കരായ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ഈ ബസലിക്ക പള്ളി 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ആക്രമിക്കുകയും അവരുടെ വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൗൺ ആക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ഭാഗികമായി തകർന്ന ഈ ബസലിക്ക പള്ളിയുടെ ഒരു തൂണാണ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ്റെ സ്മാരകമായി നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ കണ്ടത്. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെയും പഴമയെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ ഇത്തരം സുപ്രധാനമായ ചരിത്ര സംഭവങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ. മറ്റൊരു രസകരമായ ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അൺടിൽ ദെൻ, ദിസ് ഇസ് റമീസ് റഹ്മാൻ സൈനിങ് ഓഫ്. അഡിയോസ്.